ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഒന്ന് വന്നേ. നമുക്കേ റവ കൊണ്ട് ഒരു ലഡു അങ്ങനെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞുതരാം വേഗം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ട് കേട്ടാ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു, കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും ഒക്കെ റോസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കോരി മാറ്റി അങ്ങോട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാനിലേക്ക് നമ്മുടെ റവ, ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഗ്ലാസ് റവ ഒരുവിധം നല്ലോണം ചുവന്ന നിറമൊന്നും ആവണ്ട, ഒരുവിധം അതിൻ്റെ ഒരു വറുത്തൊരു മണം വരില്ലേ, വറവിൻ്റെ ഒരു മണം, ആ ഒരു ഇതാവുമ്പോൾ അതുവരെ ആ റവയൊന്ന് നല്ലോണം ചൂടാക്കിക്കോ. ആ ചൂടാക്കി ആ ഒരു മണം അങ്ങോട്ട് ആവുമ്പോൾ കുറച്ച് നാളികേരം, ഞാൻ അതേ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഇതിൽ. ആ നാളികേരം അങ്ങോട്ട്, അപ്പോൾ നിങ്ങൾ റവ അധികം എടുക്കണമെങ്കിൽ നാളികേരം അതിൻ്റെ തോതനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ആ നാളികേരവും മുരിയൊന്നും വേണ്ട, അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി വരണ വരെ ഒന്ന് വറുത്തിങ്ങോട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് ആ വറുത്ത റവ ഉണ്ടല്ലോ അതിൻ്റെ ചൂടൊന്നൊക്കെ ആറി കഴിയുമ്പോൾ അതിനെ മിക്സിയിലിട്ടിട്ടൊന്ന് ഒരു പൊടിയെ പിടിക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ആ പഞ്ചസാരയും ഏലക്കായും എടുത്ത് അതും ഒന്ന് നല്ലോണം പൊടിക്കുക. ആ പൊടിച്ചിട്ട് അതും പിന്നെ നമ്മുടെ ഈ നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതും ഈ റവയും എല്ലാം കൂടി ഒന്ന് നല്ലോണം തിരുമ്പി കൂട്ടി അത് പിന്നെ നമ്മൾ ചെയ്യണത് നേരിയ ചൂടുള്ള പാലിൽ, തിളപ്പിച്ച പാലിലാണ് നമ്മൾ ഈ സാധനം കുഴച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിലൊക്കെ പഞ്ചസാര കൂടുതൽ ഇട്ടിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം ആ പാല് മൊത്തത്തിൽ ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ച് അതിങ്ങോട്ട് കലക്കി ഒന്ന് നമ്മുടെ കയ്യിൽ ഉണ്ട പിടിക്കാൻ പാകത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. സൂപ്പർ സാധനമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. വലിയ ചിലവൊന്നുമില്ല, കഴിക്കാനായിട്ടൊരു പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒന്ന് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ നമ്മുടെ റവ ലഡുവിനെയും നമ്മളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. എളുപ്പമുള്ള സാധനങ്ങളല്ലേ ഞാൻ പറയണതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം കേട്ടോ.